നമ്മുടെ CGL-ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 31ൻ്റെ ക്യൂബ് 18ൻ്റെ ക്യൂബ് -37ൻ്റെ ക്യൂബ് 210. ഇതിൻ്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് തെറ്റുന്നൊരു സാധനമാണ്. DTSM ഇവിടെ അപ്ലൈ ചെയ്യാം, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓപ്ഷൻ എല്ലാം നെഗറ്റീവിലാണ്. അപ്പോൾ DTSM-ൻ്റെ ക്ലാസ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. DTSM-ൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് 4 ക്യൂബ് 64, 64-ന് DTSM ഇവിടെ 1 വരും. 9ൻ്റെ ക്യൂബ് 0 കൊടുത്താൽ മതി. 9 എന്നാൽ മൈനസ് അവിടെ നിൽക്കട്ടെ. 210 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 1 3 4, 4 - 37 എന്ന് പറയുമ്പോൾ 1 ആണ്. 1ൻ്റെ ക്യൂബ് 1 ആണ്. അപ്പോൾ 4 - 1 DTSM എന്ത് വരും? നമുക്ക് 3 ആണ് വരേണ്ടത്. അപ്പോൾ ഏത് ഓപ്ഷൻ്റെയാണ് DTSM 3 വരുന്നത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, നമ്പർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? പോസിറ്റീവ് നമ്പറാണ്. ഇത് അധികം ആർക്കും അറിയത്തില്ല. പോസിറ്റീവ് നമ്പറിൻ്റെ DTSM കണ്ടുപിടിക്കുക. ഇവിടെ 9, ഇവിടെ 9. അപ്പോൾ -9 വരുമ്പോൾ 0 കൊടുക്കാം, 0 അല്ലെങ്കിൽ 9 കൊടുക്കാം. അപ്പോൾ -0. നമുക്ക് ഇവിടെ 0 ആണ് DTSM, 3 അല്ല. അടുത്ത ഇത് ഓപ്ഷൻ ബി. 9 നോക്കണ്ട, 4 2 6. 6 കൊടുക്കുമ്പോൾ -6 കൊടുക്കണം. അപ്പോൾ -6 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ DTSM ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ DTSM കണ്ടുപിടിക്കാം. അപ്പോൾ 9 - 6 എന്ത് കിട്ടും? 3 കിട്ടും. ഇത് ഹോൾഡ് ചെയ്യാം. ഇനി അടുത്തത് 9, 6 വരും 13, 4 ആണ്. -4 -4 എന്ന് പറയുമ്പോൾ 9 - 4 5 ആണ് വരുന്നത്. ഇതല്ല. അടുത്തത് 9, അടുത്ത -5 എന്ന് പറയുമ്പോൾ -5 9 4 വരും. അപ്പോൾ ഇതുമല്ല, ഓപ്ഷൻ ബി മാത്രമേ എന്തുള്ളൂ നമുക്ക് DTSM 3 സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. അതുകൊണ്ട് ബി ആണ് ആൻസർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാത്തൊരു ഒരുപാട് സമയം കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. DTSM പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് DTSM-ൻ്റെ ക്ലാസ് ലൈവ് സെഷനിൽ പോയി അവിടെ ഉണ്ട്, മാത്സ് സ്പെഷ്യൽ ബാച്ചിലുണ്ട്, കണ്ട് പഠിക്കാം.